അതെ, ഇന്ന് നമുക്കൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയാലോ? കൂടെ ഒരു തേങ്ങാ ചമ്മന്തിയും. ടൊമാറ്റോ ചട്നിയുടെ കഥയൊക്കെ വഴിയേ പറയാട്ടോ. അപ്പോൾ ഒരു മിക്സറിലേക്ക് ഒരു ചെറിയ സവാളയും 2 തക്കാളി അരിഞ്ഞതും പിന്നെ 4 ഉണക്കമുളകും 4 പച്ചമുളകും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകമിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 ചുവന്ന മുളകും കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ ഒനിയൻ പേസ്റ്റില്ലേ, അതും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് എണ്ണ തെളിയണ വരെ ഡ്രൈ ആക്കി എടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. പിന്നീട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ ചട്നിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ മംഗലാപുരത്താണ് താമസിക്കണേ. ഒരു ദിവസം ഓഫീസ് വിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന അക്ക വിശേഷമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇഡലിയും കോക്കനട്ട് ചട്നിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അക്ക പറഞ്ഞു, ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു ടൊമാറ്റോ ചട്നി ഉണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെ അല്ലാട്ടോ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാധാരണ കോക്കനട്ട് ചട്നി ഉണ്ട്. എല്ലാവർക്കും ഏതാ ഇഷ്ടപ്പെടാമെന്ന് നോക്കാമല്ലോ. ഇനി നമ്മുടെ സാധാരണ തേങ്ങാ ചമ്മന്തിയാണ്. അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും പറയാണ്. ഒരു മിക്സറിലേക്ക് 4 ചുവന്ന മുളകും 2 ചുവന്നുള്ളിയും 1 കപ്പ് തേങ്ങയും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം. ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒരു ഇഡ്ഡലി എടുത്ത് അതിലേക്ക് വലിയ സ്പൂൺ തേങ്ങാ ചമ്മന്തി ഒഴിച്ച് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടെ തന്നെ വേറൊരു പ്ലേറ്റിൽ 2 ഇഡ്ഡലി എടുത്ത് അതിൽ ഒരു വലിയ സ്പൂൺ ടൊമാറ്റോ ചട്നി ഒഴിച്ച് അതും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഏതാ ഇഷ്ടപ്പെടാമെന്ന് അറിയാമല്ലോ. ഇവിടെ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൂടുതലായിട്ടും കോക്കനട്ട് ചട്നിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഇതും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ എന്നാലും തേങ്ങാ ചമ്മന്തിയാണ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.